സ്വർഗം ഇത്രയും വിജയമാക്കി തന്നത് നിങ്ങൾ എല്ലാവരുമാണ്. അതിനുള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ്. കാരണം ഒരു ചെറിയ കുടുംബീത്രമാണിത്. ഞങ്ങളുടെ ഒരു പ്രയത്നമാണ് സാധാരണക്കാരുടെ ജീവിതമായിട്ട് സിനിമകൾ ഉണ്ടാകുമെന്നുള്ളത്. അതിനകത്ത് അഭിനയിച്ച ഏറ്റവും പ്രധാന കഥാപാത്രത്തെ അഭിനയിപ്പിച്ച അജു, നമ്മുടെ മഞ്ചാടിയുണ്ട്, നമ്മുടെ മ്യൂസിക് ചെയ്ത ജിൻഡുണ്ട്, നമ്മളെ ഈ ടീമിനെ സഹായിക്കുന്ന ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന രാജേഷ് ഉണ്ട്. അതുപോലെ നമ്മൾ ടീം മുഴുവൻ ഇവിടെയുണ്ട്. യുവാക്കൾ കല്യാണം കഴിഞ്ഞ് കുടുംബസ്ഥരാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആകുന്ന ഒരു സിനിമയായിരുന്നു. അതാണ് വിശ്വസിക്കുന്നത്. ചെറിയ സിനിമയാണ്. ആ സിനിമയ്ക്ക് ഈ ഒരു സ്വീകരണം വന്നതിൽ ഒരുപാട് സന്തോഷം. ശക്തമായ ഒരു ഞങ്ങളുടെ വേഷം അഭിനയിച്ചതല്ല ഞാൻ പറയുന്നത്. ഈ എല്ലാ റോളുകളും ഒരു സ്ത്രീ സാന്നിധ്യം സ്ട്രോങ് ആയിട്ട് ചെയ്യുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. അതിന് ഇനിയും സിനിമകൾ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് മഞ്ചാരി ജോബി. സ്വർഗ മൂവിയിൽ ഞാൻ നിമ്മി ജോർജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷം. ഞാൻ ഇവിടെ തന്നെ 2 ഷോ കാണാൻ വന്നിരുന്നു. അപ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് ആണ് എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. താങ്ക് യു. വളരെ സന്തോഷം. സ്വർഗത്തിൽ വന്നുചേരാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. സ്വർഗത്തിലെ പാട്ടും എല്ലാവരും ഏറ്റെടുത്തത് വളരെ സന്തോഷം. എല്ലാ പാട്ടുകളും വളരെ നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ് സ്വർഗം. എപ്പോഴും നമുക്ക് അതുപോലത്തെ അവസരങ്ങൾ കിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ വളരെയധികം എന്താ പറയുക, ഹിറ്റായ എൻ്റെ പാട്ടുകളാണ് പലപ്പോഴും കല്യാണ വേളകളിലൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത്. ഒരു പാട്ട് കൂടി എനിക്ക് സിനിമയിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി തരാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. എല്ലാവർക്കും മുന്നിലേക്ക് വന്ന അജു മുതലുള്ള എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സമയത്തിന്റെ കുറവ് കാരണം ഞാൻ അർപ്പിച്ചു. തൊടുപുഴയിൽ എല്ലാവർക്കും വളരെ നന്ദിയും സ്നേഹമുണ്ട്. ഇപ്പം എല്ലാവരും രാജേഷ്, ഞാൻ ഇതിൻ്റെ പ്രൊമോഷൻ എക്സിക്യൂട്ടീവാണ്. തീർച്ചയായിട്ടും ഈ പടം കണ്ട് വിജയിപ്പിക്കുന്നതിന് ഓർത്ത് നിങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് കടക്കുകയാണ്. ഈ പാട്ടുകൾ പാടിയ അന്ന ബേബി നമ്മുടെ കൂടെ ഉണ്ട്. തൊണ്ണൂറ്റൊന്നാം സംഗീതത്തിലൊക്കെ എൻ്റെ മോനും അന്നയാണ് പാടി. നിങ്ങളെല്ലാം ഏറ്റെടുത്ത പിന്നെ പാട്ട് പാടിയ ആളാണിത്. അന്നയെ കൊണ്ടാണ് ഈ പാട്ട് പാടിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം എനിക്കിതിന് നന്ദി പറയാനുള്ളത് എൻ്റെ 15 പേര് പ്രൊഡ്യൂസർമാർ പ്രവാസികളുണ്ട്. അവർ പൈസ തന്നുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി നമ്മൾ ആഘോഷമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു വരണമെങ്കിൽ ഒരു ഒറ്റ മാസം ഇതുപോലെ ഹൗസ്ഫുൾ ആയാലും കാശ് തിരിച്ചു വരുള്ളൂ. നിങ്ങളെല്ലാ കൂട്ടുകാരോടും പറയണം, നഷ്ടം വന്നില്ല മാത്രമേ ഇനി ഒരു സിനിമ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ സിനിമയെ സ്വീകരിക്കാനുണ്ടാകണം. എനിക്ക് തോന്നുന്നു യൂത്തിന് വേണ്ടി ഇത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആലോചിച്ചെങ്കിലും യുവജനങ്ങൾ കൈയടിച്ച് ഈ സിനിമയെ സ്വീകരിക്കുന്നുണ്ട്. യൂത്തിന് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലയോ? അജു തോറ്റു. അപ്പം അജു ഓർന്ന് യൂത്ത് പിടിക്കുകയാണെന്ന്. അപ്പം അജു ഞങ്ങൾ പിടിച്ചു, അങ്ങനെയല്ലേ? യൂത്ത് പിള്ളേരെല്ലാം ഏറ്റെടുത്ത് നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അയച്ച് നമ്മുടെ സിനിമയെ വിജയിപ്പിക്കുന്നത്. കുടുംബത്തിന്റെ കഥയാണ്. യൂത്തൊന്നുമില്ല, അപ്പനൊന്നുമില്ല, അമ്മയൊന്നുമില്ല, യുവജനങ്ങൾ വീട്ടിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അജുവിന് അടുത്ത ഫംഗ്ഷൻ നമുക്ക് വേണ്ടി തന്നെ എറണാകുളം പോകണം. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അജു എത്തുന്നത് കേട്ടോ. അപ്പൊ അജുവിന് നല്ലൊരു ഐഡിയ കൊടുത്ത് നമുക്ക് കയറി മുറിക്കാം. എല്ലാരും ഒരു അടിപൊളി കല്യാണ പാട്ട് കേട്ടല്ലോ നമ്മുടെ സിനിമയില്. അപ്പൊ എല്ലാരും ഒരുമിച്ച് പാടണം കേട്ടോ. ഞാൻ തുടങ്ങാം. വരമായി കല്യാണം, വരമാണേ കല്യാണം, അതിലാനന്ദത്തോടാടി പാടിക്കൂടാം നല്ലോണം. വരമായി